കാരണം ഇവിടെ പലരും വന്നിട്ട് കാല് മുറിഞ്ഞിട്ടുണ്ട്. കാല് മുറിഞ്ഞ ടൈലിന്റെ പൊട്ടിയതുകൊണ്ട് കാല് മുറിഞ്ഞിട്ട് ശരിക്കും നടക്കാൻ പോലും ഒക്കുന്നില്ല അല്ലേ? ഇത് കണ്ടില്ലേ, എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഇത് നമ്മള് ഇതിന് ശേഷം അതൊക്കെ അതെല്ലാം അത് കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ. സ്വന്തം വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ആശിച്ച് മോഹിച്ച് അങ്ങനെ സ്വന്തമായിട്ട് ഒരു വീട് വെച്ച ആളാണ് ഹരിശ്രീ അശോകൻ. പക്ഷേ പുള്ളിക്കാരന് ശരിക്കും 8ന്റെ പണി തന്നെ കിട്ടി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ അടുത്തിടെ കാണാനായിട്ട് ഇടയായി. ആ വീട്ടിലിപ്പോൾ താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണിത്. ചില വാർത്തകളൊക്കെ കാണിക്കുന്നത് പുള്ളിക്കാരൻ്റെ വീട്ടിൽ ഏതോ കൂടോത്രമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇനി ഇതൊക്കെ പറയുന്നത് ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ടാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ തട്ടിവിടാൻ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ പിന്നെ പറയാതെ ഇരിക്കാനും സാധ്യതയില്ലല്ലോ. യഥാർത്ഥത്തിൽ പക്ഷേ എന്താണ് സംഭവിച്ചത് അത് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. വർഷം തന്നെ ആ സമയത്ത് തന്നെ എൻ്റെ മേളിലുള്ളൊരു ബാത്റൂമിൻ്റെ വോൾട്ടയിൽ ചെറിയ പ്രശ്നമായിട്ട് ഞാനത് ഇതിട്ട ആളെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പം സ്മോക്ക് പോലെ ആ ടൈലിലല്ല. അപ്പം അദ്ദേഹം വന്നത് കണ്ടിട്ട് പറഞ്ഞു കുഴപ്പമില്ല ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് എന്തോ ലിക്വിഡ് ഇട്ടിട്ട് അത് തുടച്ച് അതപ്പോൾ ശരിയായി. കുറച്ച് ഇയാൾ പോയി കുറച്ച് വീണ്ടും അതുപോലെ സ്മോക്ക് പോലെ പാട് വന്നു. അപ്പം ഞാൻ ഇത്തിരി പെർഫെക്ഷൻ്റെ ആളായതുകൊണ്ട് വീണ്ടും ഞാൻ വിളിച്ചു, പിന്നെ വന്നിട്ടില്ല. പിന്നെ നമുക്ക് തിരക്കായതുകൊണ്ട് വിളിക്കും, ഇടയ്ക്ക് വരാറില്ല. അങ്ങനെ കുറേ കാലം അങ്ങനെ പോയി. ആ വർഷം തന്നെ ഞാൻ വീണ്ടും ആദ്യത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഇതൊന്ന് ശരിയാക്കി തന്നുകൂടി എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ഈ ടൈല് കടക്കാരോടും പറഞ്ഞു, ആ ടൈല് വാങ്ങിച്ച കടക്കാർ അവർ വഴിയാണ് നമുക്ക് ഈ ടൈൽ ഇടുന്ന ആളെ തന്നത്. അവരോടും ചെന്ന് പറഞ്ഞു. അപ്പോൾ പറയാം കുഴപ്പമൊന്നുമില്ല ശരിയാക്കി തരും, കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. വീണ്ടും ഇദ്ദേഹത്തിന് വഴിയിൽ വെച്ച് കാണുമ്പോഴൊക്കെ ഞാൻ ഒന്ന് ശരിയാക്കി തന്നെ കേട്ടോ പറയും. ഇപ്പോൾ കാര്യങ്ങളുടെ ഏതാണ്ടുള്ള ഒരു കിടപ്പ് വശം മനസ്സിലായി കാണുമല്ലോ അല്ലേ? വീട് കെട്ടി മാസങ്ങൾക്കകം തന്നെ വാൾ ടൈൽസിനൊക്കെ ചെറിയ കംപ്ലയിൻസ് ഒക്കെ വരാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. പണിക്കാരെ വിളിച്ചു നന്നാക്കാൻ നോക്കിയെങ്കിലും അതൊട്ട് ശരിയാകുന്നുമില്ല. ഇനി വാൾ ടൈൽ കേടായത് ഇത്രയും വലിയൊരു സംഭവമാക്കാനുണ്ടോ എന്ന് പലർക്കും സംശയം തോന്നാം. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു തുടക്കം മാത്രമായിരുന്നു. ഇതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ അങ്ങോട്ട് സംഭവിക്കുന്നത്. അത് പുള്ളിക്കാരൻ തന്നെ പറയുന്നത് കേട്ടിട്ട് തിരിച്ചു വരാം. അങ്ങനെ കുറച്ച് നാളിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം രാത്രി വീട്ടിലെല്ലാവരും കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പടക്കം പൊട്ടുന്ന പോലൊരു ശബ്ദം. എല്ലാവരും പേടിച്ചു ഉണർന്നു. നേരെ മേളിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് മേളുടെ ഫ്ലോറിൽ ഒരു ടൈല്, ഗ്രൗണ്ട് ഫ്ലോറിലെ ടൈല് ഇങ്ങനെ ഗ്രൗണ്ടിൽ പൊട്ടി ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. നമുക്ക് ആകെ വിഷമമായി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈട്ടാളെ വിളിച്ച് പറഞ്ഞു ടൈല് പൊങ്ങി നിൽപ്പുണ്ട്, ഒന്ന് ശരിയാക്കി തരണം, ഒന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞു. വന്നില്ല അയാൾ. പിന്നെ ഞാൻ ഷൂട്ടിങ്ങിന് പോകണോണ്ട് ഇടയ്ക്ക് വിളിച്ച് പറയും, ഒക്കെ കാണുമ്പോൾ പറയും, വീണ്ടും ടൈല് കടക്കാരനോട് പോയി പറയും. അപ്പോൾ അവർ കുഴപ്പമില്ല ശരിയാക്കാൻ പറ്റും, അത് മാറ്റി തരും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴാണ് ഇയാൾ എനിക്കൊന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇയാൾ വന്നത്. അപ്പോഴേക്കും വേറെ ടൈലുകൾ പൊങ്ങാൻ തുടങ്ങി. അപ്പോൾ വിളി ഇങ്ങനെ പോകുന്നുണ്ട്, കാണുമ്പോൾ പറയുന്നുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരാളായിട്ട് വന്നു, ഒരു പയ്യനായിട്ട് വന്നു. എവിടെയാണ് കുഴപ്പം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മേളിക്കൂട്ടെ കാണിച്ചു കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ ഇഷ്യൂ ആണത്. ഒന്ന് ബാത്റൂമിൻ്റെ, അത് കഴിഞ്ഞത്. അപ്പോൾ 2-3 ടൈലുകൾ പൊങ്ങി തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ശരിയാക്കാൻ പറഞ്ഞു. അത് ശരിയാക്കിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ലേബർ ചാർജും തരണം, മെറ്റീരിയലും തന്നെ. ഞാൻ പറഞ്ഞു അതൊക്കെ തന്നതല്ലേ, അത് തന്നിട്ടല്ല നിങ്ങൾ പണിതത്, അല്ല അതിലേ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇക്കാലത്ത് വീട് പണിയുന്ന സ്വപ്നങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെ താണ്ടി നേടിയെടുക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് പലരും ഫ്ലാറ്റും ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന വീടുകളുമൊക്കെ നോക്കി പോകുന്ന ധാരാളം പേരുണ്ട്. കാരണം ഈ പണിക്കാരെയൊക്കെ കിട്ടുന്നത് ഒന്നാമത് കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അതും നന്നായിട്ട് പണി അറിയാവുന്ന പണിക്കാരെ കിട്ടുന്നതാണ് ഏറ്റവും കഷ്ടമുള്ള ഒരു കാര്യം. അത് കിട്ടിയാൽ തന്നെ അവർക്ക് ഭയങ്കര ഡിമാൻഡാണ്. വിളിച്ചാൽ കൃത്യസമയത്തൊന്നും വരാറില്ല. പിന്നെ അവർ ജോലിക്ക് വരുമ്പോഴോ അതും ഇതുമൊക്കെ വാങ്ങാനായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. നന്നായിട്ട് പണി ചെയ്ത് വീട് കയ്യിൽ കിട്ടിയാൽ വളരെ സന്തോഷം. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ധാരാളം പേര് അങ്ങനെ അല്ല. നമ്മൾ നല്ല സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്താലും ഒരു വിധം തട്ടിക്കൊട്ട് തരികിട പരിപാടികളൊക്കെ ചെയ്തു
എന്തെങ്കിലും റിപ്പയർ വന്നാലോ അത് നമ്മൾ വിളിച്ചുകൊണ്ടേയിരുന്നാൽ അവർ പാതി സമയവും ഫോൺ എടുക്കാറില്ല, തിരിഞ്ഞു പോലും നോക്കാൻ കൂട്ടാക്കാറുമില്ല. അഥവാ കുറച്ചു കാലം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഒരുവിധം അവരെ വരുത്തിച്ച് റിപ്പയർ പണി ചെയ്യിച്ചാലത്തെ അവസ്ഥ അതിനേക്കാളും കഷ്ടമാണ്. അതിന് എക്സ്ട്രാ കൂലി, അതിന് വേണ്ടിയിട്ട് അത് നന്നായിട്ട് അവർ ഒരുപാട് പേര് ആ വർക്കിലൊരു ഡെഡിക്കേഷനോ സിൻസിയറിറ്റിയോ ഒന്നും കാണിക്കാറില്ല. പിന്നെ പലരും ചിന്തിക്കും സ്വന്തം വീടല്ലേ, എന്തായാലും ഇത്രയൊക്കെ ആയി, പിന്നെന്താ അവർ ചോദിക്കുന്ന കൂലിയൊക്കെ കൊടുത്താൽ മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിക്കുന്നവരും ധാരാളമുണ്ട്. ഇനി പ്രധാന ടോപ്പിക്കിലോട്ട് തന്നെ തിരിച്ചു വരാം. വാൾ ടൈലിൻ്റെ കംപ്ലൈൻറ്റിൽ നിന്നും തുടങ്ങിയ പ്രശ്നങ്ങൾ പതുക്കെ മുകളിലത്തെ ഫ്ലോറിൻ്റെ ഓരോരോ ടൈലായിട്ട് അങ്ങനെ അടർന്ന് വരാനായിട്ട് തുടങ്ങി. വല്ലാത്തൊരു അവസ്ഥ. അത് നിങ്ങൾക്ക് ആ വീഡിയോയിലത്തെ കാഴ്ചകൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. പിന്നെ താഴെ ഫ്ലോറിൻ്റെ ടൈൽസും ഇളകി വരാനായിട്ട് തുടങ്ങി. എന്നിട്ടും പണിക്കാർ വരാതായപ്പോൾ പുള്ളിക്കാരൻ കോടതിയിൽ പോയിട്ട് ഒരു കേസ് അങ്ങ് കൊടുത്തു. അത് 2018 ഇനി നമ്മൾക്ക് പുള്ളിക്കാരൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട് അത് ഊഹിക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ്. അത് നമ്മൾക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. ചെരുപ്പിട്ടോ അല്ലെങ്കിൽ കാല് മുറിയും. കാരണം ഇവിടെ പലരും വന്നിട്ട് കാല് മുറിഞ്ഞിട്ടുണ്ട്. കാല് മുറിഞ്ഞ ടൈലിന്റെ പൊട്ടിയതുകൊണ്ട് കാല് മുറിഞ്ഞ പിന്നെ പൊറുക്കില്ല. ശരിക്കും അതിഥികൾ വരുമ്പം ചെരുപ്പ് വെളിയിൽ ഇട്ടിട്ടാണ് വരുന്നത്. അപ്പം ചെരുപ്പിന്റെ പറ്റില്ല. കാരണം എന്താ അറിയാമോ, ഇത് കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ ടൈല് കൊണ്ട് കാല് മുറിഞ്ഞു കഴിഞ്ഞാൽ പൊറുക്കില്ലെന്നാണ്. മുറുക്കാൻ വലിയ പാടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ആരും വീട്ടിൽ ചെരുപ്പിടാറില്ല. കാരണം പൂജാമുറിയൊക്കെ ഉള്ള പൂജയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ഇത് സംഭവിച്ച ശേഷം എല്ലാവരും ചെരുപ്പിട്ട് നടക്കുന്നത്. അത് തന്നെ വീടിന്റെ ഒരു ദുരവസ്ഥയുടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നേരിട്ട് കാണുമ്പോഴാണ് ഇതിന്റെ ഒരു ഭീകരാവസ്ഥ നമുക്ക് ബോധ്യമാകുന്നത് അല്ലേ? അതെ അതെ അതെ. ശരിക്കും നടക്കാൻ പോലും ഒക്കുന്നില്ല അല്ലേ? അതെ, ഇത് കണ്ടില്ലേ, എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഇത് നമ്മള് ഇതിന് ശേഷം അതെല്ലാം അത് ടൈല് കൺസ്യൂമർ കോർട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സാമ്പിള് കൺസ്യൂമർ കോർട്ടിൽ നിന്ന് ഈ കമ്മീഷൻ വെച്ചു കോടതി. കമ്മീഷൻ വെച്ച് കഴിഞ്ഞപ്പോൾ കമ്മീഷൻ വന്നത് എല്ലാത്തും വെരിഫൈ ചെയ്തിട്ട് ഓരോ കഷ്ണമൊക്കെ എടുത്തുകൊണ്ട് പോകും. പല മുറിയിൽ നിന്ന് പല പീസുകൾ എടുത്തുകൊണ്ട് പോകും അവര്. അത് ലാബിൽ കൊടുത്തിട്ട്, ഗവൺമെന്റ് ലാബിൽ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യപ്പോൾ ടൈലിന് കുഴപ്പമില്ല. അപ്പൊ നോക്കിയപ്പോ അയാൾ കമ്മീഷൻ വന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞത് ഇട്ടതിന്റെ കുഴപ്പം തന്നെയാണ്. അതിന് മുമ്പ് ഒരു കമ്മീഷൻ വെച്ച് അദ്ദേഹവും പറഞ്ഞത് അത് തന്നെയാണ്. അപ്പൊ 2 കമ്മീഷൻ വന്നിട്ടും പോയി. 2 കമ്മീഷൻ പറഞ്ഞത് കമ്മീഷൻ വന്നപ്പോഴും കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തായിരുന്നു ഇട്ടതിന്റെ കുഴപ്പം തന്നെയാണെന്നുള്ളത്. ഇതൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. ഇതൊരു ബെഡ്റൂമാണ്. ഇതിന്റെ അകത്ത് ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഒട്ടിച്ച് വെച്ചേക്കാണ്. ഇതുണ്ട്. അതുപോലെ തന്നെ എല്ലാം ഇതൊക്കെ വിട്ടുകിടക്കുകയാണ്. അതുപോലെ ഇപ്പുറത്തെ ഇവിടെ ഇത് കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ. ചേട്ടൻ എന്നാൽ നിർമ്മാണ സാമഗ്രികളുടെ കാര്യത്തിലൊക്കെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത്? എല്ലാം ക്വാളിറ്റി ഇല്ല, ടൈലൊന്നും കുഴപ്പമില്ല. ഇത് എൻ്റെ അമ്മയുടെ ഫോട്ടോയാണ്. അമ്മ ശരിക്ക് മര്യാദക്ക് സ്ഥലത്തിരുത്തി ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ ഇവിടെയും തിരികെത്തിക്കണം, വേറെ എങ്ങും നമുക്ക് പറ്റില്ല. അമ്മയാണ് ഞങ്ങളുടെ എല്ലാം ഇങ്ങനെയാണ്. മുറി മൊത്തം ഇങ്ങനെ പൊളിഞ്ഞെടുക്കുന്നത്. അതുപോലെ ഇപ്പോഴത്തെ ഒരു മുറിയുണ്ട്, ഈ മുറിയും അതുപോലെ തന്നെയാണ്. ലൈറ്റ് കിട്ടുമെന്നുള്ളതാണ്. കംപ്ലീറ്റ് ധരിപ്പിച്ച് അത് അവിടെ നിന്നുള്ള കിച്ചണ് മറ്റേ ബാത്റൂമിൽ നിന്നുള്ള ടൈലിന്റെ ഇടയിൽ കൂടി വെള്ളം കയറിയിട്ട് സംഭവിച്ചേക്കാണ്. അതെല്ലാം ഇനി പൊളിക്കണം. ആ ടൈലൊന്നും ശരിയായിട്ട് പോയിന്റ് ചെയ്യാത്തോണ്ടെന്നാണ്. അപ്പോൾ വീട് കണ്ടപ്പോൾ മനസ്സിലായല്ലോ, ടൈൽസൊക്കെ ആകെ മൊത്തം പൊട്ടി ചെരുപ്പിടാതെ നടന്നുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ ചെരുപ്പിട്ടിട്ട് വീട്ടിനകത്ത് നടക്കേണ്ട ഒരു അവസ്ഥയാണത്. അത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, ധാരാളം സ്ഥലങ്ങളിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. എന്തിനേറെ പറയുന്നു, ചെന്നൈയിൽ തന്നെയുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിലും ഇതുതന്നെയാണ് കഥ. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. ടൈൽസൊക്കെ പൊട്ടി തകർന്നു, ഇതുപോലെ തന്നെ ഇളകി വരാൻ തുടങ്ങി. സിമൻ്റൊക്കെ വെച്ച് അടച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോകുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ നിൽക്കുന്നില്ല, കൂടുതൽ ടൈൽസ് ഇങ്ങനെ അടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈൽ വർക്ക് ചെയ്യുന്നവരുടെ ആത്മാർത്ഥതയുടെ അളവിനെയാണിത് കാണിക്കുന്നത്. എങ്ങനെയെങ്കിലും അവർക്ക് പണി പെട്ടെന്ന് തീർത്തിട്ട് അങ്ങനെ പോകണം, കൂലിയും വാങ്ങിച്ചിട്ടെന്നുള്ള ഞാൻ എല്ലാവരെയും ചേർത്ത് പറയുന്നതല്ല. ധാരാളം നന്നായിട്ട് ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള
പണിക്കാർ ധാരാളം ഉണ്ടെങ്കിലും കൂടുതൽ പേരും ഇത് ഇവിടുത്തെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ മാത്രമല്ല, അടുത്ത ഒരു കോളനിയിൽ തന്നെ പല വീടുകളിലും ഇതുപോലത്തെ പല പല പ്രശ്നങ്ങളും കാണുന്നുണ്ട്. ഫ്ലോറിൽ മാത്രമല്ല ബാത്റൂമിൽ പോലും ടൈൽസ് നേരെ ഇടാതെ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയും, അതൊക്കെ മുഴുവനും കുത്തി ഇളക്കിയിട്ട് ശരിയാക്കിയാൽ മാത്രമേ ശരിയാകുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലാണ് പലരും. ഇതൊക്കെ എങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇതൊക്കെ ഇളക്കി മാറ്റി ചെയ്യുന്നതൊക്കെ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇത് ധാരാളം പേര് ഇതിനെ പേടിച്ചിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ വീടുകൾ ഫ്ലാറ്റുകളുമൊക്കെ കെട്ടിത്തീർന്ന നല്ല ബിൽഡേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ കൂടുതൽ വിലയായാലും വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. കാരണം ഈ കെട്ടിടം പണിഞ്ഞ് ഒരുപാട് പേര് ലോണൊക്കെ എടുത്തു, പറയുന്ന സമയത്ത് തീർത്ത് കൊടുക്കാറില്ല. കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ വളരെ ഗതികേടാണ്. ടൈൽസ് മാത്രമല്ല, ഇവിടെ പല വീടുകളുടെയും മേൽക്കൂര തന്നെ ചോരുന്ന അവസ്ഥയാണ്. വീടാകെ മൊത്തം ചോർച്ചയുടെ ഒരു പൂരം തന്നെയാണ്. അതിന് പല ഏഷ്യൻ പെയിൻറ്റ്സ് ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും അവർ വാട്ടർ പ്രൂഫിംഗ് വർക്കും പലതുമൊക്കെ ചെയ്ത് നോക്കിയിട്ടും പിന്നെ ഒന്നും നടക്കാതെ വീടിൻ്റെ മുകളിൽ വന്നിട്ട് ഈ ഷീറ്റൊക്കെ ഇട്ട് രക്ഷപ്പെടുന്ന പതിവ് ഇവിടെ ധാരാളം. പണ്ട് ചെന്നൈയിലൊക്കെ വീടിൻ്റെ മുകളിൽ അങ്ങനെ ഷീറ്റ് ഇടുന്ന പ്രവണത വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയതോടെ അതും ആളുകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം എത്ര പണിക്കാരെ വിളിച്ചിട്ട് ലക്ഷക്കണക്കിന് കാശ് ചിലവാക്കിയാലും ഒന്നും നടക്കുന്നില്ല. കയ്യിലത്തെ കാശും പോകുന്നു. ചോർച്ചയാണെങ്കിൽ അതുപോലെ തന്നെയുണ്ട്. ടൈൽസിൻ്റെ കാര്യങ്ങളും പലതും ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ധാരാളം പേര് ഇനി വീട് കെട്ടാൻ പോകുന്നവരുടെ അവർക്ക് വേണ്ടിയിട്ടും ഇതിനെക്കുറിച്ച് അറിയാതെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക്ക് കണ്ടപ്പോഴേക്ക് ഇത് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ വളരെയധികം ചിന്തിച്ച് മാത്രം ഈ കെട്ടുന്ന ജോലിയൊക്കെ അത്രയും അറിയാവുന്നവരും അതിൽ ഫീൽഡിൽ വൈദഗ്ധ്യമുള്ളവരെയൊക്കെ ഏൽപ്പിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു മുൻകരുതൽ എന്ന നിലയ്ക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതിയാണ് ഷെയർ ചെയ്യുന്നത്. ധാരാളം പേര് പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ട വാർത്തയായിരിക്കും. എങ്കിലും സാധാരണക്കാർക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കോടതിയിൽ പോയിട്ട് കേസൊന്നും കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് പലരും. ഒരുപാട് കടമൊക്കെ വാങ്ങിച്ച് വീട് കെട്ടി ആ കടം തിരിച്ചടയ്ക്കാൻ പോലും കഷ്ടപ്പെടുന്നവർക്കൊക്കെ അതിന് മുകളിൽ ഇങ്ങനെ റിപ്പയറിൻ്റെ പുറത്ത് റിപ്പയറിന് കാശ് ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും പലർക്കും ഇല്ല. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് സങ്കടം തോന്നുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ധാരാളം പേര് നിങ്ങളിൽ വീട് കെട്ടിയിട്ട് അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാട് പേർക്ക് പങ്കിടാനുണ്ടാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും അത് തുറന്ന് കമൻറ്റ് ബോക്സിൽ മടിക്കാതെ ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ളൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ടും അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ നമ്മൾക്ക് കാണാം.